നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദുവിനെ കാണാനായിട്ട് നവീൻ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഇതെന്താ നവീനേട്ട രാവിലെ? "ആ, നീ എന്നെയാണോ കണി കാണുന്നതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു ഇങ്ങനെ ഒന്ന് ചിരിച്ചു. അല്ല, ബർത്ത്ഡേ ആയിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടേന്ന് ചോദിച്ചു. അല്ല, ബർത്ത്ഡേ കേക്കൊക്കെ ഇന്നലെ കട്ട് ചെയ്തതായിരുന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് നവീൻ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുവാണ്. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, ഇതെന്താ നവീനേട്ട, നിനക്ക് ബർത്ത്ഡേക്ക് ഇന്നലെ ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇതെന്താ സാരിയാണോന്ന് ചോദിച്ചു. അതെ സാരിയാ, അത് മാത്രമല്ല വേറൊന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ചെറിയൊരു ജ്വല്ലറി ബോക്സിനകത്തുനിന്ന് ഒരു റിങ് എടുത്തങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെന്താ സ്വർണ്ണ മോതിരോ? അതെ, ഇത്ര രാവിലെ ആയതുകൊണ്ടേ കടയും തുറന്നിട്ടില്ലായിരുന്നു. മൂർത്തി ജ്വല്ലറി ഒക്കെ തുറക്കണ 10 മണി ആവുമല്ലോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവന്റെ കട തുറപ്പിച്ച് ഞാൻ ഈ മോതിരം വാങ്ങിയെന്ന് പറഞ്ഞു. പാകമാന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നന്ദു വിരലേക്ക് ഏറ്റാൻ നോക്കിയിട്ട് കേറുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നവീൻ എന്ത് ചെയ്തു? നവീന ആ മോതിരം കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നവീൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിംഗ് എക്സ്ചേഞ്ച് തന്നെയാണ്. നന്ദു പറഞ്ഞു, എന്തിനാ നവീനേട്ടാ ഇത്ര പണമൊക്കെ മുടക്കിയത്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ നിനക്ക് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും തരണ്ടേ? അല്ലാതെ പിന്നെ എങ്ങനെയാ? അല്ല, ഇവിടെ ഉള്ളവരൊക്കെ എന്തി? അവരൊക്കെ ക്ഷേത്രത്തിൽ പോയേക്കുവാന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. അല്ല, നീ അനിയോട് ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴേക്കും നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നന്ദു പറഞ്ഞു, അല്ല അത് പിന്നെ എപ്പോഴോ ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. ശരിക്കും എല്ലാരും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു. സാരമില്ല, ഇന്ന് നമുക്ക് ഇങ്ങോട്ട് അടിച്ചു പൊളിച്ചേക്കാം ബർത്ത്ഡേ. അയ്യോ, അത് പറ്റില്ല നവീനേട്ടാ, ഇന്ന് എനിക്ക് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. എന്റെ നന്ദു, എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ലീവ് എടുക്കണം. ലീവ് എടുക്കാനായിട്ട് ഇനി സമയമുണ്ടല്ലോ. ഒരു 5-6 മാസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനച്ചിരി ഡെലിവറി ആവും. ആ സമയത്ത് എന്താണ് ലീവ് എടുത്തല്ലേ മതിയാവുള്ളൂ. ഓ, അത് മാത്രമല്ല നന്ദു, നിന്റെ കല്യാണമാണ് സമയത്ത് 1 മാസത്തോളമെങ്കിലും ലീവ് എടുക്കേണ്ടതായിട്ട് വരും. ശരിയല്ലെന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, അത് പിന്നെ അതെ ഞാൻ പറഞ്ഞു ശരിയാ, എന്താ കല്യാണമൊക്കെ കഴിക്കണ്ടേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കുമാണ് കനകയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വരുന്നേ. നവീനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അവന് നന്ദു പറഞ്ഞതേ, നവീനേട്ടന്റെ ബർത്ത്ഡേക്ക് വിഷയം വന്ന ഇങ്ങ് നോക്ക്, എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നേന്ന് നോക്ക്. സാരിയുണ്ട്, അത് മാത്രമല്ല റിംഗ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞോണ്ട് കൈ കൊണ്ട് കാണിക്കണം കയ്യെ കിടക്കുന്ന മോതിരം. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്തിനാ മോനെ, നീ എന്തിനാ ഇത്ര പൈസയൊക്കെ മുടക്കിയത്? ഇത്ര പൈസ മുടക്കി റിംഗ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നവീൻ പറഞ്ഞു, ആന്റി എനിക്ക് അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അധികം ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ നന്ദുവിന് വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഞങ്ങള് രാത്രി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തായിരുന്നു പറഞ്ഞു. കേക്ക് കട്ട് ചെയ്തായിരുന്നോ എന്ന് ഗോവിന്ദൻ ചോദിച്ചു. അതെ, ഇന്നലെ നന്ദുവിന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക്. 1-2 പേരെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് പോയതാ. ആ സമയത്ത് പോലീസുകാർ അവിടെ കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയണേ, നന്ദുവിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ടാ പോയത്. പക്ഷെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പോന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, എന്നാലും ഇത്ര വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ അതൊന്നും സാരില്ല ആന്റി. പിന്നെ ഞങ്ങള് വക്കീലും പോലീസും ഒക്കെ ആണല്ലോ, പോരാത്തന് പലപ്പോഴായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയും ചെയ്യുന്ന. ഇവളാണെങ്കിലോ കൈക്കൂലി മേടിക്കുന്നൊരു പെൺകുട്ടി അല്ല താനും. ഇവൾക്കൊന്നും മേടിച്ചു കൊടുത്തപ്പോൾ ഇവള് സ്വീകരിക്കത്തില്ല. നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരിയാണല്ലോ. അപ്പൊ അവൾക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും ഇവളെ സഹായിക്കാറുണ്ട് ഓരോ പ്രതികൾക്ക് വേണ്ടിയിട്ട് ജാമ്യം എടുക്കാൻ ചെല്ലുമ്പോഴേ. കനക പറഞ്ഞു, ശുമോനെ ഇന്ന് വലിയ ആഘോഷമൊന്നും ഇല്ല ഇവിടെ. കാരണം എല്ലാ വർഷവും ഇവളുടെ 2 ചേച്ചിമാര് വരുന്ന, ഇന്നാരും വരാനൊന്നും പോകുന്നില്ല. പിന്നെ ക്ഷേത്രത്തിൽ പോയി ഞാൻ വഴിപാടുകളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പായസമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് പോയി ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തോണ്ടിരാം എന്ന് കനക പറഞ്ഞു. പിന്നീട് നന്ദുവിന് പ്രസാദമൊക്കെ തൊട്ടുകൊടുത്തിട്ട് കനക അകത്തേക്ക് കയറിപ്പോയി. നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, മോനെ എന്താണെങ്കിലും നീ അവളുടെ കൂടെ ഉണ്ടല്ലോ, അതൊരു സമാധാനം തന്നെയാ. കാരണം അവളുടെ സ്വഭാവം അറിയാലോ, സർവമാന ആൾക്കാരെ വെറുപ്പിച്ചു വെച്ചിരിക്കുക. അവള് നേരെ പോകുന്നുള്ള സ്വഭാവക്കാരി ആയതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണ അവൾക്ക് കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ നിന്നെപ്പോലൊരു വക്കീൽ എപ്പോഴും അവളുടെ കൂടെയുള്ള നല്ലതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, അത് ശരിയാ അങ്കിളെ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പൊ ഞാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് അനിയും ജയനും അജയനും ഒക്കെ കഴിക്കാനിരിക്കുകയാണ്. ആ സമയം അജയൻ പറഞ്ഞു, എടാ മോനെ എന്തേലും സംശയം ഉണ്ടെങ്കിൽ നീ ആദർശനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, ഞാൻ ചോദിക്കാറുണ്ട് അച്ഛാ, ഞാൻ രാവിലെ വൈകുന്നേരമൊക്കെ ആദർശനെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, അതെ
അച്ഛന് ആദർശിന്റെ ഉപദേശമൊന്നും തേരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി പറഞ്ഞു, ചില സമയത്ത് ഇവനോട് സംസാരിക്കാൻ പോലും പറ്റില്ല. ഇവൻ ചീറുമല്ലേ. എന്തൊരു ദേഷ്യമാണെന്നറിയോ നമ്മളോട്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതെ ഇപ്പോഴവന്റെ ജോലിഭാരം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാ. അത് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തേലും പറഞ്ഞാലോ കുറ്റം എന്നും പറഞ്ഞിട്ട് ജാനകി ആഹാരം എടുക്കാനായിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അജയൻ ചോദിച്ചു, അല്ലട മോനെ നീ എന്താ ഒന്നും കഴിക്കാത്തെന്ന് ചോദിച്ചു. എനിക്ക് വിശപ്പില്ല ചാ, ഇന്നലെ രാത്രി കഴിച്ച ആഹാരം അത് ദഹിച്ചിട്ടില്ലാന്ന് തോന്നേ. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതെന്താടാ മോനെ അങ്ങനെ, നീ അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ അധികം ആഹാരം കഴിക്കുന്നതല്ലല്ലോ. ഇന്നലേക്ക് ആണെങ്കിൽ ലേറ്റ് ആയിട്ടാണല്ലോ വന്നേന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഇപ്പൊ മിക്കപ്പോഴും പുറത്തുനിന്നൊക്കെ കഴിക്കേണ്ടി വരുന്നുണ്ട്. എന്റെ ജോലിയുടെ സ്വഭാവം അതാണല്ലോ. ചിലപ്പോ 10 മണി കഴിഞ്ഞിട്ടും രാത്രി വൈകിയും ജോലിയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാ എന്ന് പറഞ്ഞു. പിന്നീട് അവനെ കയ്യെ ഇടാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ജാനകി ചായയൊക്കെ ആയിട്ട് വന്നു. ഇതെന്താ നീ കഴിപ്പ് നിർത്തിയോ, നീ എന്താ കഴിക്കാത്തെന്ന് ചോദിച്ചു. എനിക്ക് മതി എന്ന് പറഞ്ഞു. മതി, എന്തോ അവനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, മിക്കവാറും ആ നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. നന്ദു ആയിരിക്കും അവന്റെ മനസ്സിൽ. ആണോടാന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ. രാവിലെ എനിക്കൊരു കോൾ വന്നു. അപ്പോഴേക്കും പറഞ്ഞു അത് നന്ദു ആന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എന്തിന്റെ കേടാ എന്നും പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും അജയ് പറഞ്ഞു, കിട്ടാണ്ടത് കിട്ടിയല്ലോ, നിനക്കിത് എന്താ ജാനകി ഇത്. അവനാണെങ്കിൽ നല്ല ടെൻഷനില്ല. നിനക്കറിയത്തില്ല ഇപ്പൊ കമ്പനിയുടെ ജോലി ഭാരത്തെ കുറിച്ചൊക്കെ. ഇപ്പം ഏനും ജൂലറിക്കാരെ കത്തി കയറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നല്ല പ്രഷറുണ്ട് എനിക്ക്. ഈ തവണത്തെ വിഷുവിന് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല എന്ന് ജയൻ പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ നല്ല പോലെ പെർഫോം ചെയ്യാനൊന്നും ഏൻ ജ്വല്ലറിക്ക് പറ്റിയെന്ന് വരത്തില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ പെർഫോം ചെയ്യണമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. അവൻ എത്ര നല്ല നല്ല ആലോചനകൾ വന്നാ എന്നിട്ട് അവൻ എന്തേലും സമ്മതിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, നന്ദുവായിട്ട് അവൻ എന്തേലും കണക്ഷൻ കാണുമെന്ന്. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ഈ പറയണേ? ഇപ്പൊ കല്യാണത്തിനുള്ളൊരു മൂഡിലൊന്നും അല്ല അവന്. ജയൻ പറഞ്ഞു, അത് ശരിയാ, അവനിപ്പോ കല്യാണം കഴിക്കാനുള്ള മൂഡിലൊന്നുമല്ല. ആദ്യം കമ്പനി ഒന്ന് നല്ല രീതിയിൽ വളർന്നു വരട്ടെ. അത് മാത്രമല്ല അനാമികമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതിന്റെ ഇടയ്ക്കിലേക്ക് ഒരു കല്യാണം അതൊന്നും നടക്കുന്ന കാര്യമല്ല ജാനകി. നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ അനാവശ്യമായ കാര്യം എടുത്തിട്ട് അവന്റെ മനസ്സിന് ടെൻഷൻ എടുപ്പിക്കണമെന്ന് പറഞ്ഞ് ജാനകി ഉപദേശിക്കുകയാണ്. ഇതേ സമയത്ത് നന്ദുവും നവീനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു നവീനോട് പറഞ്ഞു, നവീനേട്ട ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വരില്ലേ? അമ്മ എന്താണെങ്കിലും ചെറിയ തോതിൽ ഒരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ നവീൻ ചോദിച്ചു, ഇനി സദ്യ ഉണ്ണാൻ വരണോ? ഇപ്പൊ ഇരുന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇനിയിപ്പൊ സദ്യ ഉണ്ണാനും കൂടെ വരണോന്ന് ചോദിച്ചു. അതെ വരണം, എങ്കിൽ അനിയൻ കൂടെ വിളിച്ചാലോ? വേണ്ട, അവനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. നവീനേട്ട മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല ഫ്രണ്ട്സിനെ ആരും വിളിക്കുന്നില്ലേ? ആരും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കനികയും ഗോവിന്ദനും കൂടെ അവിടേക്ക് വരുന്നത്. അവരെങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് എന്നാ ഇനി ഒരു സദ്യ തരുന്നേന്ന് ചോദിച്ചു. നന്ദു ഉദ്ദേശം എന്താന്ന് മനസ്സിലായി, കല്യാണക്കാരും അല്ലേ? അതെ. അല്ല എന്നാ ഞങ്ങൾക്കൊരു സദ്യ തരുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ആ പെൺകുട്ടിയും കൂടെ ഒന്ന് സമ്മതിക്കണ്ടേ? അപ്പൊ പെൺകുട്ടിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ അമ്മയൊന്നും സമ്മതിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. പിന്നെ പെൺകുട്ടിയുടെ സമ്മതം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല കാര്യേ. എങ്കിലൊരു കാര്യം ചെയ്യാം, നവീനേട്ടൻ എന്നോട് പറ, എന്നോടും അനിയോടും കൂടെ പറ, ഞങ്ങൾ എന്താണെങ്കിലും ആ പെൺകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു, അനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അനിയോട് പറഞ്ഞിട്ടുണ്ടെന്നോ? അതെ, അവരോട് എന്റെ മനസ്സിലെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയോട് പോയി സംസാരിക്കാൻ പലവട്ടം ഞാൻ പറഞ്ഞ, പക്ഷെ ഒരിക്കൽ പോലും അവൻ സംസാരിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലാകത്തെ. ഓരോരോ ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ടിരിക്കും അവന്. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, നവീനേട്ടന്റെ മനസ്സിൽ ഒരു പോലീസ് ഓഫീസറാണെന്ന് മനസ്സിലായി. അത് ആരാണെങ്കിലും പറ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കനകയും ഗോവിന്ദനും കേട്ടോണ്ട് അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ഇനിയിപ്പോ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരാന്നറിയോ? അത് എന്റെ മുന്നിലിരിക്കുന്ന ആള് തന്നെയാന്ന് പറഞ്ഞു. ഞാനോ? ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. കനകയ്ക്കും ഗോവിന്ദനും അത് കേട്ടപ്പോ സന്തോഷം. കനക ഗോവിന്ദനും ഇങ്ങനെ നോക്കി. പിന്നീട് നവീൻ പറഞ്ഞു, ഇനി നന്ദു തന്നെ തീരുമാനിക്കുക എന്താന്ന് വെച്ചാല് എന്നും പറഞ്ഞ് നവീൻ അങ്ങോട്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടെ വന്നു. കനക ചോദിച്ചു, മോനെ ആത്മാർത്ഥമായിട്ടാണ് നീ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ. അല്ല മോന്റെ വീട്ടിൽ സമ്മതിക്കും അത്? അച്ഛനെയും അമ്മയും മുത്തച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. നന്ദുവിന്റെ സമ്മതം മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. അത് കേട്ടിരിക്കുമ്പോ കനികയും ഗോവിന്ദനും പറഞ്ഞു, 100 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞു. ഈ സമയത്ത്
അനി വണ്ടി ഓടിച്ചുകൊണ്ട് പോവായിരുന്നു. അനിയുടെ കാതിലേക്ക് ആ 100 വട്ട സമ്മതം എന്നുള്ള ആ ഒരു കാര്യം വരുവാണ്. പെട്ടെന്ന് അനിയുടെ വണ്ടി പോയി ഇടിക്കാൻ തുടങ്ങിയ ഒരു ബൈക്കുകാരനുമായിട്ട്. പെട്ടെന്ന് ചിന്തിച്ചിരുന്നോണ്ട് അനി ശ്രദ്ധിച്ചില്ലായിരുന്നു വണ്ടി വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇടിക്കാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് ആ ബൈക്കുകാരൻ ചാടി ഇറങ്ങി. അപ്പോഴേക്കും അനിയും കറന്നിറങ്ങി. എടാ തന്റെ മുഖത്തതാ കണ്ണില്ലേ, താൻ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചു. അനി പറഞ്ഞു സോറി കേട്ടോ. പിന്നെ സോറി. എടോ ഇപ്പോഴേ എന്തായാലും സംഭവിക്കുന്ന അറിയാലോ. തനിക്കിത് എവിടെ നോക്കി. അപ്പോഴേക്കും 2-3 പേരങ്ങോട് വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങള് കണ്ടോണ്ട് നിൽക്കുക, തന്റെ ഭാഗത്ത് തന്നെ തെറ്റെന്നൊക്കെ അനിയെ കുറ്റപ്പെടുത്തുക. ഇനി വണ്ടി എടുത്തോണ്ട് പോകാൻ നോക്കുക. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് ഇയാള്, അല്ലെങ്കിൽ ഇയാളെ റോഡിൽ നിന്ന് കോരി എടുത്തോണ്ട് പോകേണ്ട വന്നേനെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. അനി ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയതാ. എനിക്ക് അതൊക്കെ ഒരു പക്ഷേങ്കില് നവീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അനി ഓരോന്നിക്കലും ഭാവനയെ ചിന്തിച്ചു കൂട്ടി ഒടുവില് അങ്ങനെ അപകടം സംഭവിച്ചാണ്. ഒടുവിൽ അനിയും കാറ് കൊടുത്തോണ്ട് പോവാണ്. എനിക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം മനസ്സിന് ഭാരം ഉണ്ടായിരുന്നു. പിന്നീട് ആദർശം നയനെ ചന്തുമോളും ഒക്കെ ആഹാരം കഴിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനും പറഞ്ഞു മോളെ നീ കഴിക്ക്, ചന്തുമോൾക്ക് ഞാൻ വാരി കൊടുത്തോളാം. അത് വേണ്ടമ്മേ, എത്ര ദിവസം കൂടിയാ ഞാൻ മോൾക്ക് വാരി കൊടുക്കുന്നത്, മോള് കഴിക്കാൻ പറഞ്ഞു. അതെ അമ്മ കഴിക്കുക, അമ്മയുടെ വയറ്റിലെ കുഞ്ഞാവേ ഉള്ളതെന്ന് ചന്തുമോള് പറഞ്ഞു. നയന പറഞ്ഞു മോള് കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. ഈ സമയം ദേവേന് ചോദിച്ചു അല്ല കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ എല്ലാം അവിടുന്ന് തന്നെ കൊണ്ടിരുന്നല്ലേ, അതൊക്കെ അല്ലേ ഞാൻ സ്ഥിരം കഴിക്കാറുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ദേവേനോട് ഫോൺ ബില്ലടിക്കുന്നത്. ഇതേ അമ്മയാന്ന് പറഞ്ഞു. അങ്ങനെ ദേവേന് കോൾ എടുത്തിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മോളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നാനയുടെ ഫോൺ കൊടുത്തു. മോളെ ആഹാരമൊക്കെ നേരെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിക്കുന്നുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് സുഖമാണല്ലോ? അതേന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു മോളുടെ പാകത്തിനനുസരിച്ച് എരിവും പുളിയൊക്കെ കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ സമയത്ത് അങ്ങനെ എരിവും പുളിയൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ആ ഫോണും കൂടെ തരാൻ പറഞ്ഞു. ഫോൺ വാങ്ങിയിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇവൾ ആഹാരം കഴിപ്പൊക്കെ വളരെ കുറവട്ടോ, ഇത്തിരി മാത്രമേ കഴിക്കുന്നുള്ളൂ. ഞാൻ പോകുന്ന പിന്നാലേക്ക് ഇവള് വരും. അലച്ചില്ല ഇവൾക്ക്, ഇവൾ അങ്ങനെ നേരെ ചെവ്വേ ആഹാരം പോലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയനെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു വെറുതെ പറയുന്ന മുത്തശ്ശി, അങ്ങനൊന്നുമില്ല, ഞാൻ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ആ സമയത്ത് മുത്തശ്ശൻ ആകാംക്ഷയോടുകൂടി മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. കോള് കട്ടായി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു എങ്ങനെയുണ്ട് നായനമോൾ, എന്ത് പറയണമെന്ന് ചോദിച്ചു. അതെ ഇത്ര ആകാംക്ഷയാണ് അങ്ങോട്ട് വിളിച്ചുകൂടെ? എന്താ വസുന്ധര ഇത് എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നീ ഇങ്ങനെയൊക്കെ പറയണേ? വസുന്ധര പറഞ്ഞു നയനമോളും അലച്ചിലാന്ന് തോന്നേ ആദർശ് മോനോടൊപ്പം. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുവോ? സത്യങ്ങൾ കണ്ടെത്താനായിട്ട് അവൻ ഇറങ്ങി പുറപ്പെടുമ്പോ അവള് വെറുതെ മാറിയിരിക്കില്ലല്ലോ, അവന്റെ പിന്നാലെ തന്നെ അവളും പോകത്തില്ലേന്ന് ചോദിച്ചു. അതെ എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരിങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് മാത്രമൊരു ചിന്തയുള്ളൂ. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു വരും വസുന്ധരെ, കാര്യങ്ങളൊക്കെ ഒന്ന് കരയ്ക്കടുത്തോട്ടെ, എന്താണെങ്കിലും അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ അവരുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ കഴിപ്പിക്കണം. വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ വസുന്ധര മുത്തശ്ശി ചിരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു എന്തിനാ ചിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇത്ര സ്നേഹം ഉണ്ടായിട്ട് അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാകത്തെ. ചില സമയത്ത് ഇങ്ങനെയാ വസുന്ധരെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൂടാ, സമയമുണ്ടല്ലോ. എന്താണെങ്കിലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്റെ കൊച്ചുമോൻ മിടുക്കനാ, അവനെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അവൻ എന്താണെങ്കിലും സത്യങ്ങളൊക്കെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് മുത്തശ്ശനും നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. പിന്നീട് മുത്തശ്ശിയോട് ചോദിച്ചു അല്ല നിന്റെ ഞാനൊരു നമ്പർ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ പലഹാരം ഉണ്ടാക്കുന്ന അവരുടെ, എന്നിട്ട് വിളിച്ചോന്ന് ചോദിച്ചു. 1-2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, ഇനി വിളിക്കണം കേട്ടോ. അവരെ വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഇവിടെ വന്ന് നയനമോൾക്ക് വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കാനായിട്ട് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് മുത്തശ്ശി പറഞ്ഞു. ഈ സമയം അതിന് നല്ല പ്രഷറിലിരിക്കുകയാണ്. അപ്പോഴേക്കും മാനേജർ വന്നിട്ട് പറഞ്ഞു അല്ല വിഷു അല്ലേ വരാൻ പോകുന്നേ, അതിനു മുമ്പ് കുറച്ച് പ്രൊമോഷൻ പരസ്യമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു അതിന് എന്നോട് എന്തിനാ ചോദിക്കുന്നേ, അതൊക്കെ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അല്ല MD-യോട് ചോദിച്ചിട്ട് ഇവിടെ സാധാരണ ചെയ്യാറില്ലേ, അതിന് എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ, ഞാനൊന്നും അല്ല MD, ആദർശേണ്ണ, ഞാൻ കുറച്ച് നാളത്തേക്ക് ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ, ആദർശനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് മൂർത്തി സാറ് പറഞ്ഞിരിക്കുന്നേ, ആദർശ് സാറിനോടൊന്നും ചോദിക്കേണ്ടതാ. അതെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു, അത് വേണ്ട പോലെ, താൻ കുറെ കാലം ആയല്ലോ അവിടെ മാനേജറായിട്ടിരിക്കുന്നത്, തനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്താന്ന് വെച്ചാൽ പോയി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്റെ മൂഡ് ശരിയില്ല, പോകാൻ നോക്കാൻ പറഞ്ഞു. ഒടുവിൽ അയാളങ്ങോട്ട് പോയി. ഈ സമയത്ത് എനിക്ക് ആകെപ്പാട് ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് അറിയാതെ അനിയുടെ കണ്ട് CCTV ദൃശ്യങ്ങളിൽ നടക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങോട്ടേക്ക് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് നന്ദുവിന്റെ സ്കൂട്ടി കൊണ്ടുവന്ന്
വെക്കുന്ന കാഴ്ച കണ്ടേ നന്ദു തന്നെ കാണാൻ വരുന്ന. പെട്ടെന്ന് തന്നെ അനി മാനേജർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല, എന്നെ ആര് കാണാൻ വന്നാലും കയറ്റി വിടണ്ടെന്ന് പറഞ്ഞു. എന്താ സാറേ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ദൈവം തമ്പരാൻ വന്നപ്പോഴും ആരും അങ്ങോട്ട് കയറ്റി വിടണ്ട, ഞാനിവിടെ ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.